നമസ്കാരം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു ക്രിക്കറ്റ് ബോൾ പറന്നു പോകുന്നതും നമ്മൾ വെറുതെ നടന്നു പോകുന്നതും ഒരേപോലത്തെ നിയമങ്ങൾ വെച്ച് എങ്ങനെയാവും വിശദീകരിക്കുന്നതെന്ന്? അങ്ങനെയുള്ള വലിയ കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഈയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചലനത്തിന്റെ പിന്നിലുള്ള ഫിസിക്സ് അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ കാണുന്ന പോലെ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു കുട്ടിയുടെ വളരെ ലളിതമായ ഒരു കഥയിൽ നിന്നും തന്നെ നമുക്ക് തുടങ്ങാം. ഇതൊരു വലിയ കാര്യമാണോ? വെറുതെ നടന്നു പോവുകയല്ലേ? പക്ഷെ ഫിസിക്സിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ യാത്രയെ നമുക്ക് കൃത്യമായിട്ട് വിവരിക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് ആശയങ്ങളിലേക്കും കടക്കാം. ഒരു വഴി അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് അടിസ്ഥാന വഴികളുണ്ട്. ഒന്ന് ദൂരം, രണ്ട് സ്ഥാനാന്തരം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൂരം എന്ന് പറയുന്നത് നിങ്ങൾ മൊത്തം എത്ര ദൂരം നടന്നു എന്നുള്ളതാണ്. എന്നാൽ സ്ഥാനാന്തരം അങ്ങനെയല്ല. അത് നിങ്ങൾ തുടങ്ങിയ പോയിന്റിൽ നിന്ന് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആ നേർരേഖാ ദൂരം മാത്രമാണ്. ഇവിടെയാണ് കേട്ടോ ശരിക്കും കളി മാറുന്നത്. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ അതിനൊരു അളവ് മാത്രമല്ല, ഒരു ദിശ കൂടിയുണ്ട്, അതായത് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ ഫിസിക്സിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, അതായത് സദിശ അളവ് എന്നൊക്കെ പറയും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കിഴക്കോട്ടാണോ പോയത് അതോ പടിഞ്ഞാറോട്ടാണോ പോയത് എന്നതിനൊക്കെ ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇതിലൊരു കാര്യം ഭയങ്കര രസാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി കറങ്ങിത്തിരിഞ്ഞ അവസാനം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നിങ്ങളുടെ സ്ഥാനാന്തരം 0 0. ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതുവരെ നമ്മൾ ദൂരത്തിന്റെ കാര്യം പറഞ്ഞു. ഇനിയൊരു പുതിയ ആളെ കൂടി ഈ കളത്തിലേക്ക് കൊണ്ടുവരാം: സമയം. ഈ യാത്രയ്ക്കൊക്കെ എത്ര സമയമെടുത്തു എന്നുകൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അവിടെയാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി നമ്മൾ സാധാരണ പറയുന്ന വേഗത അഥവാ സ്പീഡിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഉദാഹരണത്തിന്, ഒരു കാർ 60 km/h സ്പീഡിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വേഗതയാണ്. പക്ഷേ ആ കാർ 60 km/h സ്പീഡിൽ വടക്കോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവേഗമായി. കണ്ടോ, ആ ദിശ, ആ ഡയറക്ഷൻ വളരെ പ്രധാനമാണ്. ശരി, പക്ഷേ ഒരു വണ്ടിയോ മറ്റോ എപ്പോഴും ഒരേ വേഗതയിലാണോ പോകുന്നത്? അല്ലല്ലോ. അപ്പോൾ ഈ ചലനം ഒരുപോലെ അല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ നോക്കൂ, ഒരു നേരായ ഹൈവേയിലൂടെ ക്രൂയിസ് കൺട്രോളിൽ പോകുന്ന ഒരു കാറിന് ഒരേ വേഗതയും ഒരേ ദിശയുമാണ്. അതിനെ നമുക്ക് സമപ്രവേഗമെന്ന് വിളിക്കാം. എന്നാൽ ഒരു വളവ് തിരിയുന്ന കാറിന്റെ കാര്യം ആലോചിച്ചു നോക്കൂ. സ്പീഡ് ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം, പക്ഷെ ഓരോ നിമിഷവും അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് അതിന്റെ പ്രവേഗം മാറുന്നു. അതിനെ നമ്മൾ അസമപ്രവേഗമെന്ന് പറയും. ഈ പ്രവേഗത്തിൽ വരുന്ന മാറ്റം, ഇത് ഫിസിക്സിൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരാശയമാണ്. അതുകൊണ്ടുതന്നെ അതിനൊരു പ്രത്യേക പേരുമുണ്ട്. അതാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. അതായത് ഒരു വസ്തുവിന്റെ പ്രവേഗം എത്ര വേഗത്തിലാണ് മാറുന്നത് എന്നതിന്റെ കണക്കാണ് ത്വരണം. അത് സ്പീഡ് കൂടുന്നതാകാം, കുറയുന്നതാകാം, അല്ലെങ്കിൽ വെറുതെ ദിശ മാറുന്നത് പോലുമാകാം. ഒന്നാലോചിച്ചു നോക്കിക്കേ, നമ്മൾ വണ്ടിയിലെ ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്പീഡ് കുറയുകയാണല്ലോ. അതും ഒരുതരം ത്വരണമാണ്. പക്ഷേ അത് വേഗത കൂടുന്നതിന് പകരം കുറയുന്നതുകൊണ്ട് നമ്മളതിനെ ഋണത്വരണം അല്ലെങ്കിൽ മന്ദീകരണം, അതായത് റിട്ടാർഡേഷൻ എന്നൊക്കെ പറയും. അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ദൂരം, സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം ഇതെല്ലാം പഠിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒരുമിപ്പിച്ച് ഫിസിക്സിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ ടൂൾ കിറ്റ് പരിചയപ്പെടാം. ഇവയാണ് ആ ടൂൾസ്: ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ 3 മാത്രം മതി സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, സമയം ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാനും ഒരു വസ്തു എങ്ങനെ ചലിക്കുമെന്ന് മുൻകൂട്ടി പറയാനുമൊക്കെ നമ്മളെ സഹായിക്കാൻ. വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു ഉദാഹരണം വെച്ച് ഈ ടൂൾ കിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം, അല്ലേ? അപ്പോൾ ഇതാണ് ചോദ്യം. ഏതൊരു ഫിസിക്സ് പ്രോബ്ലം കിട്ടിയാലും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ലിസ്റ്റ് ചെയ്യുക. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രെയിനിന്റെ നീളമുണ്ട്, പാലത്തിന്റെ നീളമുണ്ട്, വേഗതയുമുണ്ട്. കണ്ടുപിടിക്കേണ്ടത് സമയമാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയാലേ ഉത്തരം ശരിയാവൂ. അതാണ് ഈ കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ട്രെയിൻ പാലം കടന്നു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ട്രെയിനിന്റെ എഞ്ചിൻ പാലം കടന്നാലാണോ? അല്ല, അതിന്റെ അവസാന ബോഗിയും പാലം വിട്ടുപോകുമ്പോഴാണ്. അപ്പോൾ ട്രെയിനിന്റെ മുൻഭാഗം സഞ്ചരിക്കേണ്ട ആകെ ദൂരം എന്ന് പറയുന്നത് പാലത്തിന്റെ 800 മീറ്ററും പിന്നെ ട്രെയിനിന്റെ സ്വന്തം നീളമായ 200 മീറ്ററും ചേർന്നതാണ്. അപ്പോൾ ആകെ ദൂരം 1000 മീറ്റർ. ഇപ്പം കാര്യം എളുപ്പമായി. നമ്മുടെ കയ്യിൽ ദൂരമുണ്ട്, വേഗതയുണ്ട്. സമയം കണ്ടുപിടിക്കാൻ നമ്മുടെ ബേസിക് ഫോർമുലയൊന്ന് തിരിച്ചിട്ടാൽ മതി.
അപ്പോൾ 1000 മീറ്റർ ദൂരം 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഉത്തരം 50 സെക്കൻഡ്. അത്രയുള്ളൂ. പാലം മുഴുവനായി കടന്നുപോകാൻ ട്രെയിനിന് 50 സെക്കൻഡ് വേണം. അപ്പോ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ഒരു കുട്ടിയുടെ സാധാരണ നടത്തത്തിൽ നിന്ന്. ഇപ്പൊ നമ്മൾ ഒരു ട്രെയിൻ പാലം കടക്കുന്നതിന്റെ സമയം വരെ കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ചലനത്തെപ്പറ്റി പഠിക്കുമ്പോൾ വേഗത മാത്രം അറിഞ്ഞാൽ പോരാ. ദൂരം, ദിശ, സമയം, പിന്നെ ത്വരണം, ഇതെല്ലാം ചേർന്നൊരു വലിയ കളിയാണ് ഫിസിക്സ്. അപ്പോൾ ഇനി മുതൽ താഴേക്ക് വീഴുന്നൊരു ഇല കാണുമ്പോഴോ ഒരു വളവ് തിരിഞ്ഞു പോകുന്ന കാറ് കാണുമ്പോഴോ അതിന്റെ പിന്നിലെ ഫിസിക്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ചുറ്റും നടക്കുന്ന ഓരോ ചലനത്തെയും കാണാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടിയിരിക്കുന്നു. അടുത്ത തവണ പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ള ഈ ചലനങ്ങളെല്ലാം പുതിയൊരു കൗതുകത്തോടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ.